എത്ര കാലമായി ഇങ്ങനെയെന്ന് ഒന്ന് ആലോചിക്കണം. തൂക്കത്തിലെ കുറവ് പോലെ തന്നെ തീർച്ചയായും പ്രൈസിലും വേരിയേഷൻ ഉണ്ടാവും. എങ്ങനെ ഓരോരുത്തരെ വിശ്വസിക്കും? അതാണ് ഞാനും പറഞ്ഞത്. സത്യത്തിൽ ആ കടക്കാരൻ കാണിച്ചതും വൃത്തികേടല്ലേ? സ്റ്റോർ കീപ്പർ ഒന്നും അറിയുന്നുണ്ടാവില്ല. കിച്ചണിലെ ഇന്റന്റ് അനുസരിച്ച് അയാൾ ഓർഡർ കൊടുക്കുന്നു, അത്രയേ ഉണ്ടാവുകയുള്ളൂ. ഒരു ദിവസത്തെ പർച്ചേസിൽ ഇത്രയും കള്ളത്തരം. അപ്പോ മാസം എത്രയായി? ഒരു വർഷം എത്ര തുകയായി? അയാളെ എന്താ ചെയ്യുക? പോലീസ് ഏൽപ്പിക്കല്ലേ വേണ്ടത്? മൊത്തം നാണക്കേടാവൂലേ സാറേ? ആട്ടെ, എന്നാലേ ഇവനൊക്കെ പഠിക്കുള്ളൂ. പോലീസിന് ഇവിടെ കയറി ഇറങ്ങാൻ ഒരു വകുപ്പായി. അതിന്റെ പേരിൽ ചായയായി, ഊണായി, പാർസലായി. എന്റെ അടുത്ത് ഇതൊന്നും നടക്കില്ല. ഒരു പോലീസും പട്ടാളവും എന്റെ അടുത്ത ആളായില്ല. ഞാൻ 5 പൈസ കൈക്കൂലി കൊടുക്കില്ല. അയാളെ വിളിക്കണോ സാർ? ഇപ്പൊ വേണ്ട, 2 ഗസ്റ്റ് വരാം. ശരി സാർ. ഷീല ഇരിക്കൂ. ഇന്നലെ രാത്രിയിൽ 1 മണിക്ക് ശേഷം 2 പേർ ഹോട്ടലിൽ വരും. 1 മണിക്കൂർ കഴിഞ്ഞു പോകുക. എന്തായിരിക്കും കാരണം? ഇന്നലെ എത്ര ഒക്യുപ്പൻസി? 16. വെരി ഗുഡ്. താങ്ക് യു സർ. അവരേതെങ്കിലും റൂമിൽ വന്നിട്ട് പോയതായിരിക്കില്ലേ? അറിയില്ല സർ. എന്താകും പർപ്പസ്? എഗൻസ്റ്റ് പ്രിവിലിംഗ് കൺട്രിലോസ് ആകില്ലെന്ന് പറയാനാവുമോ? ഹൂ വിൽ ബി റെസ്പോൺസിബിൾ ഇഫ് ഇൻ സച്ച് എ കേസ്? ഗുഡ് മോർണിംഗ് സാർ. ദിലീപോ? ദിലീപ് ഇവിടെ ഇരിക്കൂ. സാറേ, ബാർ ക്ലോസ്ഡ്, റെസ്റ്റോറന്റ് ഇല്ല. അപ്പൊ പിന്നെ ഗസ്റ്റിന്റെ വിസിറ്റേഴ്സ് ആകാനാണ് സാധ്യത. രാത്രി 2 പേര് വന്നത് ഒരു ഇല്ലീഗൽ ഡീലിംഗിനാണെങ്കിലോ? ഏത് റൂമിൽ പോയെന്ന് കണ്ടുപിടിക്കണം. ഇതെങ്ങനെ സാധിക്കും? ക്യാമറ എല്ലാ ഫ്ലോറിലും വെക്കണമെന്ന് ഞാൻ അന്നേ പറഞ്ഞത് സാറിന് ഓർമ്മയില്ലേ? അധികം താമസിയാതെ അത് നിയമമായി വരും. എങ്കിൽ വേഗം ചെയ്യൂ. ഓക്കെ സാർ, ഇന്ന് തന്നെ 3-4 ആളുകളോട് കൊട്ടേഷൻ മേടിക്കാം. ഓക്കെ. ഷീല എന്താ ഇവിടെ? സാറ് വിളിച്ചിട്ട് വന്നതാ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം സംസാരിക്കാൻ വിളിപ്പിച്ചതാ. ഷീല പോയിക്കോളൂ. ഓക്കെ സർ. രാത്രി വന്നുപോയവരുടെ കാര്യം റൂം സർവീസിൽ നിന്ന് കണ്ടുപിടിക്കാമെന്ന് കരുതുന്നു. അതിന് കൂടുതൽ ടെൻഷൻ അടിക്കണം. ക്യാമറ പിടിപ്പിച്ചോളൂ. സാറേ, ഈ സ്റ്റാഫ് കുക്ക് സുരേഷ് എങ്ങനെ? ഡിസൊബീഡിയന്റ് ആണ്, പ്രാരാബ്ധക്കാരൻ. സൗത്ത് ഇന്ത്യൻ CDP ആയിരുന്നു. പണിഷ്മെന്റ് ആയാണ് സ്റ്റാഫ് കുക്ക് ആക്കിയത്. പഴയ ഷെഫ് രാജേഷ് ഇപ്പോഴും ഇവിടുത്തെ ഗാർഡനറാണ്. മറ്റൊരു പണിഷ്മെന്റ്. റെസ്പോൺസിബിലിറ്റീസ് റെസ്പോൺസിബിലിറ്റി. ഒരു വിട്ടുവീഴ്ചയില്ല. ശമ്പളം വാങ്ങുന്നത് വെറുതെ ആകരുത്. ഒരു വലിയ പാർട്ടിയുടെ ഭക്ഷണത്തിൽ കംപ്ലൈന്റ് സോൾവ് ചെയ്തു, പക്ഷേ എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കും. അയാളുടെ പോസ്റ്റ് മാറ്റി, എന്നാൽ 5 പൈസ പോലും ശമ്പളം കുറച്ചു. യൂണിയൻകാർ വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ ജോലി കൊടുക്കൂ, ഇനി കോടതി കാണാമെന്ന് ഞാൻ പറഞ്ഞു. അതോടെ തീർന്നു. ഒരസത്യത്തിനും ഒരന്യായത്തിനും എന്നെ കിട്ടില്ല. ഒരധർമ്മത്തിനും ഞാൻ കൂട്ടുനിൽക്കില്ല. ഈ സിറ്റിയിലെ ഡ്യൂപ്ലിക്കേറ്റ്സോ സെക്കൻഡ്സോ ഇല്ലാത്തത് ഈ ഹോട്ടലാണ്. അല്ല, ചാക്കോച്ചന്റെ ഹോട്ടലും അങ്ങനെ. അതെനിക്കറിയാം സാറേ. 2 പേര് പാതിരാത്രിക്ക് വന്നു പോയത് സെക്യൂരിറ്റി പറഞ്ഞാണ് സാർ അറിഞ്ഞതല്ലേ? യെസ്, അവർ 2 പേരും എൻ്റെ പെറ്റ്സാണ്. അത്രയ്ക്ക് വിശ്വസ്ത. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊടുക്കാറുണ്ടോ സാറ്? KOTയിലെ തട്ടിപ്പ് ദിവസം 30-40 ഫിഷ് കറിയുടെ വ്യത്യാസമാണ്. കർത്താവേ, ഒരു ഫിഷ് കറി 2 കൊടുക്കുന്ന വിദ്യ, അതും സൂപ്പർവൈസറും ക്യാപ്റ്റനും പോലും അറിയാതെ. ഭയങ്കരം. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ് ഈ ഹോട്ടൽ. എൻ്റെ മകനെ പോലും ഒന്നിലും ഇടപെടാൻ ഞാൻ സമ്മതിക്കാറില്ല. ഞാൻ അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണ്. രക്ഷിക്കും സാറ്, പ്രശ്നമാക്കരുത്. എന്ത് പ്രശ്നം? പറ്റിപ്പോയി സാറ്. കറി വെക്കുമ്പോ ലേശം ഉപ്പ് കൂടിയാലോ കുറഞ്ഞാലോ മനസ്സിലാക്കാം. മനഃപൂർവ്വം അല്ലല്ലോ. ഇതാണോ
10 കിലോ തക്കാളിക്ക് 12 കിലോയുടെ ബില്ല്. മാത്രമല്ല സാധനം 9.5 കിലോ. അതുപോലെ എല്ലാ വെജിറ്റബിളും. നാണമില്ലല്ലോ രക്ഷിക്കണമെന്ന് പറയാൻ. എത്ര കാലമായടോ ഈ പണി തുടങ്ങിയിട്ട്? ആദ്യമായിട്ടാണ് സാറേ. ഹ, കട്ടതും പോരാ, നുണയും പറയുന്നു. തിന്ന ചോറിനും വാങ്ങുന്ന ശമ്പളത്തിനും നന്ദി വേണടാ, നന്ദി. ഇവിടെ ശമ്പളത്തിന് കുടിശ്ശിക വല്ലതുണ്ടോ? നിങ്ങൾ എന്തിനാ വിളിപ്പിച്ചതെന്നറിയോ? അറിയില്ല. അതെ, വേറെ ആരും അറിയണ്ട. ഇവരെ ഒന്ന് പരിശോധിക്കണം. എന്താണ്? നിങ്ങളെ ഒന്ന് പരിശോധിക്കണമെന്ന്. അത് കഴിഞ്ഞേ ഇന്ന് ഇവിടുന്ന് വിടൂ. സാറേ, സൂക്ഷിച്ചു വേണം. നിങ്ങൾ എന്ത് കരുതിയാണ്? പേടിപ്പിക്കൊന്നും വേണ്ട, പരിശോധിച്ചിട്ടേ വിടൂ. എന്നെ തൊട്ടു പോരുത്. മര്യാദക്കല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. സാറ് ഇതെന്തോ ഭാവിച്ചിട്ടാണ്? ആ എന്താ ഇത്? കൊള്ളാലോ. ഇനി വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കി എടുത്തോ. ഇല്ല മാഡം, ഇല്ല. ആരോടും പറയരുത്. ദാരിദ്ര്യം കൊണ്ടാണ്. ശമ്പളം ഒന്നിനും തികയുന്നില്ല, അതുകൊണ്ടാണ്. അതിന് മോഷ്ടിക്കാണോ വേണ്ടത്? മാഡം, സാറിനോട് പറയരുത് പ്ലീസ്. സർ, ഇതെന്താ ചെയ്യേണ്ടത്? അതവിടെ വെച്ചേക്ക്, അവർ പോട്ടെ. ഞാൻ എന്ത് വേണമെന്നാണ് പറയുന്നത്? ക്ഷമിക്കണം സാർ. ക്ഷമിച്ചിട്ട് എന്ത് കാര്യം? ഇതുവരെ എത്ര തുക എന്നെ കബളിപ്പിച്ചിട്ടുണ്ട്? എത്ര വർഷങ്ങളായി? നിങ്ങൾ തന്നെയല്ലേ എല്ലാം തരുന്നത്? ഒരിക്കലെങ്കിലും ഞാൻ കടം പറഞ്ഞിട്ടുണ്ടോ? ബിൽ തുകയിൽ 5 പൈസ കുറയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? എന്നോടാണ് താൻ ഈ ചതി ചെയ്തത്. എങ്ങനെ ക്ഷമിക്കാനാണ്? സാർ, ഈ കാര്യം ആരോടും പറയരുത്. എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഇയാളെ പോലീസ് ഏൽപ്പിക്കുക വേണ്ടത്. അരുത് സാർ. ഞാൻ പിന്നെ ഇയാൾ എനിക്ക് നഷ്ടപരിഹാരം തരുമോ? സാർ, അറിയാതെ പറ്റിപ്പോയതാണ്. ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല. സാറിന് അറിയാലോ, എൻ്റെ കുടുംബം, എൻ്റെ ബിസിനസ് എല്ലാം സാറിൻ്റെ കയ്യിലാണ്. എന്നെ ഒഴിവാക്കരുത് സാർ, പ്ലീസ്. നിങ്ങളിപ്പം പോകൂ. ചേട്ടാ, ചേട്ടന്റെ കഴിഞ്ഞോ? ആ കഴിഞ്ഞു. നമ്മുടെ മാനേജർ ഒരു മുച്ചടനാണല്ലേ? എന്താന്ന് എൻ്റെ അടുത്തൊരു മോശം. കഞ്ഞറും കാട്ടു. പക്ഷെ പലതും കമ്മീഷനാണെന്ന് അറിവ്. ദൈവമേ, ആള് കൊള്ളാലോ. ഇതൊക്കെ എം ഡിക്ക് അറിയാമോ? ഒരിക്കലും അറിയും. അന്ന് എം ഡി അയാളെ ചവിട്ടി പുറത്താക്കും. ചവിട്ടി പുറത്താക്കണം. സാർ, ഓഡിറ്റർ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. വെരി ഗുഡ്. ഇത് നല്ലൊരു വിജയമായിട്ട് ഞാൻ കരുതുന്നു. ശരിയാണ് സാർ. കഴിഞ്ഞ 5 വർഷത്തെ ബാലൻസ് ഷീറ്റ് ഞാൻ നോക്കി. ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ്, ഏറ്റവും കൂടുതൽ ബിസിനസ് എല്ലാം ഇപ്പോഴാണ്. അതാണ് ഒരു മാനേജറുടെ മിടുക്ക്. അല്ലാതെ ശമ്പളം വാങ്ങിയിട്ട് ആള് കളിക്കണതല്ല. സാർ, കസ്റ്റമേഴ്സൊക്കെ ഞാനൊന്ന് നോക്കി. എത്ര നല്ല റിപ്പോർട്ട്സ് ആണെന്നോ? ആണോ? ഞാൻ ശ്രദ്ധിച്ചില്ല. അതെ സാർ, സാറ്റിസ്ഫൈഡ് ഗസ്റ്റാണ് മുഴുവൻ. വെരി ഗുഡ്. സ്റ്റാഫ് എല്ലാം എങ്ങനെ? തുടക്കത്തിൽ ആർക്കും അത്ര തൃപ്തിയൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ജാടയെന്നായിരുന്നു. സ്ട്രിക്റ്റ് ആകുന്നത് ആർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അതങ്ങനെ വരുള്ളൂ. ഇലക്ട്രിസിറ്റിക്കാരുടെ ഇഷ്യൂ എന്തായി? അത് GM തീർത്തു.
സത്യത്തിൽ അത് അവരുടെ കുഴപ്പം തന്നെ ആയിരുന്നു. ഭേഷ്, നന്നായി. ഏതെങ്കിലും ബില്ല് പെൻഡിംഗ് ഉണ്ടോ? ചില ചെറിയ തുകകൾ ട്രാവൽ ഏജന്റിൻ്റെ ഉണ്ട്. രസം അതല്ല സാർ, ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയ തുകകൾ വരെ കിട്ടിയിട്ടുണ്ട്, ആ മറാത്തി ഗ്രൂപ്പുകളുടെ വരെ. അതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടായിക്കൊണ്ട് തരും. ശരി സാർ. ഞാനിപ്പം പുറത്തേക്ക് ഇറങ്ങാം. ശരി സാർ. സാർ, എൻ്റെ സാലറിയിൽ 10 രൂപ കുറവാണല്ലോ. ഞാൻ അധികം ലീവൊന്നും എടുത്തിട്ടില്ലല്ലോ. അത് GM പറഞ്ഞിട്ടാണ്, എന്താണെന്ന് എനിക്കറിയില്ല. എത്ര മാസം പിടിക്കുമെന്ന് പറഞ്ഞു? ഈ മാസം മാത്രമേ ഉള്ളൂ. എന്തോ പണിഷ്മെന്റ് ആണെന്ന് തോന്നുന്നു. ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. സാർ, എന്താ വിമലെ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാർ, ഒരുപാട് പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും ഉള്ളതുകൊണ്ടാണ് അന്നങ്ങനെ സംഭവിച്ചത്. തെറ്റാണെന്നറിയാം സാർ. എനിക്ക് മനസ്സിലാക്കാം, പക്ഷേ ഇതൊന്നും ശരിയല്ലല്ലോ. ഒരു സ്ഥാപനത്തിലാകുമ്പോ ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. GM എന്ന നിലയ്ക്ക് എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. സ്ഥാപനത്തിനെ ലാഭത്തിലാക്കുക എന്നത് മാത്രമല്ല, തൊഴിലാളികളുടെ നന്മ കൂടി എന്റെ ഉത്തരവാദിത്തത്തിൽ പെടുന്നതാണ്. തൊഴിലാളികളില്ലെങ്കിൽ മാനേജ്മെന്റ് ഇല്ല. സ്ഥാപനത്തെ നടത്തുന്നതും ലാഭത്തിലാക്കുന്നതും തൊഴിലാളികളാണ്. അവരാണ് സ്ഥാപനത്തിന്റെ നെടുന്തൂണ്. മാനേജ്മെന്റ് പണം മുടക്കുന്നത് ലാഭത്തിനു വേണ്ടിയാണ്. സ്റ്റാഫിന്റെ നല്ല പെരുമാറ്റം സ്ഥാപനത്തിന് അന്തസ്സാണ്, അഭിമാനമാണ്. അതുകൊണ്ട് തന്നെ തൊഴിലാളികളെ വെൽ ഡിസിപ്ലിൻ ആക്കേണ്ടത് ഒരു മാനേജറുടെ കടമയാണ്. സ്റ്റാഫ് മീറ്റിംഗിൽ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എനിക്കറിയാം, എന്നെ ഇവിടെ പലർക്കും ഇഷ്ടമല്ലെന്നും എന്നെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നവരുണ്ടെന്നും. ഞാൻ പേരൊന്നും പറയുന്നില്ല, പക്ഷേ ഒരു മാനേജർക്ക് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മാനേജ്മെന്റിന്റെ നന്മയ്ക്കും തൊഴിലാളികളുടെ സുരക്ഷയ്ക്കും വേണ്ടി ചിലപ്പോൾ ചില കടുത്ത നടപടികളൊക്കെ എടുക്കേണ്ടി വരും. അധിക്ഷേപിക്കുന്നവരും ശത്രുക്കളുമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം, പക്ഷേ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. മനുഷ്യൻ മാത്രമാണ്. തെറ്റുകളും കുറവുകളും ഒക്കെ ഉണ്ടാവും. തെറ്റുകൾ ചെയ്യാതിരിക്കാനും കുറവുകൾ പരിഹരിക്കാനും ശ്രമിക്കുക. തീർച്ചയായും സാധിക്കും. ഓക്കെ, പോയിക്കോളൂ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഡ്യൂട്ടി കഴിഞ്ഞോ? പിന്നെ നമ്മുടെ പുതിയ ഷെഫില്ലേ ലത, അവർ എഫിഷ്യന്റ് മാത്രമല്ല ക്രിയേറ്റീവ് കൂടിയാണ്. അവര് പറയുന്നതെല്ലാം കൃത്യമായി ചെയ്തിരിക്കണം. കേട്ടിരിക്കുന്നു, വേൾഡ് ഫേമസ് അല്ലേ? നമ്മുടെ ഭാഗ്യത്തിനാണ് അവരിവിടെ വരാൻ സമ്മതിച്ചത്. അതെ അതെ, എന്നെ മീറ്റിംഗിന് വിളിച്ചിരിക്കുന്നു. മസ്റ്റ് അറ്റൻഡ്. വേസ്റ്റ് മാനേജ്മെന്റ് ആണ്, എന്നോട് പറഞ്ഞിരുന്നു. ഷുവർ, ഐ വിൽ അറ്റൻഡ്. സീ യു ടുമോറോ. ഓക്കെ, ബൈ. മീറ്റിംഗ് നാളെ അല്ലേ? അതെ ഇപ്പൊ കണ്ടാ നന്നായി, ഒരു ഇൻട്രൊഡക്ഷനായി. അതെ, കോസ്റ്റ് കൺട്രോൾ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ്. അതിലും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയും വേസ്റ്റ് മാനേജ്മെന്റ്. വേസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന വേസ്റ്റിനെ ഉപയോഗപ്പെടുത്തിയാലോ? വണ്ടർഫുൾ. അതെ, അതാണ് വേണ്ടത്. ആ വേസ്റ്റ് മുഴുവൻ നമുക്ക് യൂട്ടിലൈസ് ചെയ്യണം. യു മീൻ വെജ് ഫാമിംഗ്? നോ, വെജ് ഗാർഡനിങ്. ഗാർഡനിങ്? വെജ് ഫാമിംഗ് വിശാലാർത്ഥത്തിൽ വലുതാണ്. ഗാർഡനിങ് വളരെ മനോഹരമാണ്. ദാറ്റ്സ് എ ഡിഫറൻസ്. യെസ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. വെറുതെ വേസ്റ്റായി പോകുന്ന അവശിഷ്ടങ്ങളെ നേരിട്ട് മന്യൂറാക്കുന്ന രീതി, ഡയറക്ട്ലി സംസ്കരിക്കുന്ന രീതി അൺഫോളോ ചെയ്താൽ പോരെ? അപ്പം ഗാർഡനിങ്ങും ആവും. ഒരു വെടിക്ക് രണ്ട് പക്ഷി. യെസ്, വി ക്യാൻ ഡു വണ്ടേഴ്സ്. സാർ എന്താ വരാൻ പറഞ്ഞേ? ദിലീപ് വരൂ. വണ്ടർഫുൾ, വളരെ മനോഹരം. ദിലീപിന് വലിയൊരു അവാർഡ് കിട്ടിയിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഹോട്ടൽ മാനേജർ. താങ്ക് യു സാർ. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു സാർ? അസോസിയേഷനിലെ എല്ലാവരും അവരവരുടെ മാനേജർമാരെ കുറിച്ച് റിപ്പോർട്ട് കൊടുക്കും.
രഹസ്യമായി ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഇതിനെപ്പറ്റി അന്വേഷണം നടന്നു. അങ്ങനെയാണ്. എനിവേ, ഓൾ ദ ബെസ്റ്റ് ഇൻ ഫ്യൂച്ചർ. ഇനിയും ഇതുപോലെ അവാർഡുകൾ കിട്ടാൻ സാധിക്കട്ടെ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്.